ഹായ്, എല്ലാവർക്കും നമസ്കാരം. TBS വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ വഴുതിനങ്ങ വെച്ചിട്ട് ഒരു ചെറിയൊരു കറി പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടത് ഞാൻ എടുത്തേക്കുന്നത് 3 വഴുതന കേട്ടോ, പിന്നെ ഒരു എഗ്ഗ്, പിന്നെ ഒരു സവാള, ഒരു പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞങ്ങൾക്കിവിടെ അധികം എരിവ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം ഞാൻ വഴുതിന നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് ഈ എഗ്ഗ് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ എഗ്ഗ് നമ്മൾ പൊട്ടിച്ചൊഴിച്ചത് ഈ വഴുതനങ്ങയുടെ എല്ലാ വശങ്ങളിലും പിടിച്ചിരിക്കണം. അപ്പോൾ അത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർത്തെടുക്കാം. അപ്പം ഞാനിതിലേക്ക് 2 ടീസ്പൂണാണ് കേട്ടോ, 2 ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലെല്ലാം ഈ പൊടി പിടിക്കണം. അപ്പോൾ അത് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഒരു പാത്രം വെച്ച് ഓയിൽ ചൂടായതിന് ശേഷം നമ്മുടെ വഴുതനങ്ങ കഷ്ണങ്ങളൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പം ഞാനൊരു ഫ്രൈ പാൻ വെച്ച് ഓയിലൊഴിച്ച് നമ്മുടെ സവാള ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതന നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണ് സോയാ സോസും 1/4 ടീസ്പൂണ് ഓയിസ്റ്റർ സോസും 1 ടീസ്പൂൺ വിനാഗിരിയും ഒഴിച്ച് യോജിപ്പിച്ച് വെച്ചതാട്ടോ അത്. അപ്പോൾ ഉള്ളി ഒന്ന് അധികം ബ്രൗൺ ആവാൻ നിൽക്കണ്ട, ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പച്ചമുളക് ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് സോസുകൾ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ വേണമെന്ന് നോക്കിയിട്ട് അതിനാവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതന നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കി
വേണ്ടതിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് നമ്മുടെ ഈ വഴുതനങ്ങയിലേക്കൊക്കെ നമ്മുടെ സോസെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ സമയത്ത് നമുക്ക് സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ മഞ്ഞളും മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനതൊന്നും ചേർത്തിട്ടില്ല, പച്ചമുളക് ചേർത്തത് കാരണം. അപ്പം നമ്മുടെ വഴുതിനങ്ങ കൊണ്ടുള്ള റെസിപ്പി ഇതാ ആയി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ വഴുതിനങ്ങക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.